ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ച കെ.പി. ശങ്കരദാസ് ജയിൽ മോചിതനായി. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു കെ.പി. ശങ്കരദാസ്. കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റിനു, എസ് ഐ ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത അവസാനത്തെ ആളായിരുന്നു കെ.പി. ശങ്കരദാസ്. അങ്ങനെ ശങ്കരദാസും പുറത്ത് വരികയാണ്. ജയിലിൽ നിന്ന് മോചിതനായോ? അമൃത, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ദേവസ്വം ബോർഡ് പ്രതിയായിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസിന് ജാമ്യം അനുവദിച്ചിരുന്നു കൊല്ലം വിജിലൻസ് കോടതി. തുടർന്നാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവരുടെ ബന്ധുക്കളും ഒപ്പം അഡ്വക്കേറ്റും സെൻട്രൽ ജയിലിലെത്തി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. എന്തായാലും വൈകുന്നേരം 8 മണിയോടുകൂടി അദ്ദേഹം ജയിൽ മോചിതനായിരിക്കുന്നു എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്ത് 90 ദിവസം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് എന്നുള്ളത് നമുക്കറിയാം. കേസിൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങുന്ന പ്രതി കൂടിയാണ്. ഇതോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലായിട്ടുള്ള അല്ലെങ്കിൽ SIT ചോദ്യം ചെയ്ത് ജയിലിലടച്ചവർ എല്ലാം തന്നെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലും ഇദ്ദേഹം പ്രതിയാണെന്ന് കണ്ടെത്തിയ തുടർന്നാണ് നേരത്തെ പോലീസ് അതായത് SIT അറസ്റ്റ് ചെയ്യുകയും ജയിലിലേക്ക് അടക്കുകയും ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്ത്. എന്തായാലും ഇപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.